ഒരു 90% ആൾക്കാരും പ്രശ്നം പാഷൻ എന്താണെന്ന് അവർക്ക് തന്നെ അറിയാത്തതാണ്. നിങ്ങൾ ഒരിക്കലും പാഷൻ കണ്ടെത്താൻ പറ്റാണ്ട് ഇങ്ങനെ മരണം വരെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാഷൻ എന്ന് പറഞ്ഞ സാധനം എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്ന ഒരു സാധനമല്ല നമ്മൾ പോയിട്ട് കണ്ടുപിടിക്കാനായിട്ട്. പാഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെറും 4 ദിവസം കൊണ്ട് 300 പേരെ കോഡിംഗ് പഠിപ്പിക്കാൻ പറ്റുമോ? കുറെ കാലമായിട്ട് കോഡിംഗ് പഠിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് 4 ദിവസം നീണ്ടുന്ന വർക്ക്ഷോപ്പ് നമ്മൾ 4 വീക്സും അനൗൺസ് ചെയ്തിട്ടുണ്ടായി. അതിൽ നമുക്ക് 1000-നും മേളിൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്തു. അതിലെ ആദ്യത്തെ 300 പേരാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്ന് സ്റ്റുഡൻസ് നമ്മുടെ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷേ ശരിക്കും നമ്മുടെ ഈ 4 days വർക്ക്ഷോപ്പ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ തന്നെ ടീം ലീഡായ നമ്മുടെ ക്യൂ ടീം ലീഡായ നിയാസോട് വയ്ക്കാം. ഓക്കെ, നമ്മൾ ഈ 4 day വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾക്ക് കോഡിംഗ് നടക്കുമോ, കോഡിങ്ങിന്റെ ബേസിക്സ് എന്തൊക്കെയാണ്, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഓൾറെഡി ബേസിക്സ് അറിയുന്ന ഒരാളാണെങ്കിൽ ആളിനി അടുത്തത് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ്ലി 4 day ഡിസ്കസ് ചെയ്യും. അതുപോലെ അവരുടെ പേഴ്സണൽ കരിയർ ഫീൽഡിലാണെങ്കിലും ഇനി അടുത്തത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതുവരെയുള്ള ലൈഫിൽ നിന്ന് എന്ത് ചേഞ്ച് കൊണ്ടുവരണം, ഈ അവരുടെ ഡൗട്ടും കൺസേൺസും ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു 4 days വർക്ക്ഷോപ്പാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് പരിപാടി എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലേ? ഇതിലെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 300 സ്റ്റുഡൻസ് ആണ്. ഓരോ ഏജ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണ്. +2 കഴിഞ്ഞ് വന്നവരുണ്ട്, +2 വന്നവരുണ്ട്, ആൻഡ് കുറേ പേരാണെങ്കിൽ ലാപ്ടോപ്പിലെങ്കിലും ഫോണിൽ കോഡ് ചെയ്യുന്നവരുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് +2 സ്റ്റുഡൻസിന് ഡിഗ്രിയെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ കുറച്ചധികം ഫാസിനേറ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യാം. IT ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ ഒരു ഡിഗ്രിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കിത് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ എക്സ്പേർട്സ് ആണ് വന്നിരുന്ന് ക്ലാസ് എടുക്കുന്നത്. സോ നമ്മളൊരു 3-4 വർഷം ഒരു കോളേജിൽ പോയി കളയുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഓൺലൈനായിട്ട് റിസോഴ്സസ് ഫൈൻഡ് ചെയ്ത് നമ്മൾ തന്നെ സെൽഫ് ലേൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് തോന്നുന്നത്. ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒന്നും ഇപ്പം കോഡിങ്ങിനോട് ഇൻട്രസ്റ്റ് തോന്നിയത് എൻ്റെ ഒരു കൂട്ടുകാരെ സജസ്റ്റ് ചെയ്തിട്ടാണ്. ഇങ്ങനെ പ്രോട്ടോടൈപ്പ് എന്നുള്ള ചാനലുണ്ട്, നീ ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെ 100K വീഡിയോസ് കണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ എത്തിച്ചേർന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കോഡിങ് പഠിക്കണം, ഞാൻ അങ്ങ് കൂട്ടുകാരന്മാരായിട്ടൊരു സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിലാണ്. അത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നടക്കണം, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് അത് ജസ്റ്റ് ലോജിക്ക് മാത്രം മതി, നമുക്ക് വേഗം മനസ്സിലായിക്കോളും. നമ്മുടെ ചാനൽ തന്നെ നമ്മൾ കുറേ അധികം നാൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഗേൾസ് IT ഫീൽഡിൽ കുറവാണെന്ന്. എന്നാൽ നമ്മുടെ ഇന്നത്തെ വർക്ക്ഷോപ്പ് നോക്കുകയാണെങ്കിൽ കുറേയധികം ഗേൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഒരു IT പഠിപ്പിക്കുന്ന ടീച്ചർ അവരോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് എന്താ പറയാനുള്ളത് ആദ്യം ചോദിച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളവരെ കൂടി പഠിച്ചോളാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ HTML പിന്നെ പൈത്തൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഠിച്ചതൊക്കെ അത്യാവശ്യം ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വന്നപ്പോഴും എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാ എക്സാമും കഴിഞ്ഞ് സ്കൂൾ വെക്കേഷൻ ആയ സമയത്ത് വീണ്ടും ഈ ഒരു IT-യിലേക്ക് വരണം എന്നുള്ളൊരു താല്പര്യം കൂടി വന്നു. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇങ്ങനെ കണ്ടത്. പ്രോട്ടോടൈപ്പിൻ്റെ അതിൻ്റെ 4 day വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഏതായാലും എൻ്റെ കോൺഫിഡൻസ് കുറവും എല്ലാ പ്രശ്നങ്ങളും ഇവിടത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് വന്നതാണ് ഈ ക്യാമ്പിൽ. ഞാൻ 98-99 C++ പഠിച്ച ആളാണ്. ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് എറണാകുളത്തേക്ക് വന്നപ്പം എനിക്ക് പിന്നെ ഇതെങ്ങനെ പ്രോഗ്രാമിങ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് അറിയില്ലായിരുന്നു. എന്നുവെച്ചാൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കിട്ടുമ്പം തുച്ഛമായ സാലറിയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറെ ഓരോരോ ഫീൽഡ് നോക്കി പോയതാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ ഫീൽഡും കഴിഞ്ഞ് ഇപ്പം ഞാൻ ജസ്റ്റ് വീണ്ടും എനിക്കൊരു ഒരു ഡോറ് ഓപ്പൺ ആയപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴും നമുക്ക് എറർ വരുമ്പോൾ അത് രണ്ടാമത് തിരുത്തി നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി എക്സ്പീരിയൻസ് ആകും. അപ്പോൾ രണ്ടാമത് നമ്മൾ ആ തെറ്റ് വരാതെ നമ്മളത് നോക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹം പോലെ നമുക്ക് എന്തും ചെയ്യാം. ഏജ് ഒരു പ്രശ്നമാണെന്ന് എനിക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ ഫീൽഡിൽ എനിക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഇനി ഇപ്പോഴാണെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരും പ്രശ്നം എന്താ അറിയോ, ഒരു 90% ആൾക്കാരും പ്രശ്നം പാഷൻ എന്താണെന്ന് അവർക്ക് തന്നെ അറിയാത്തതാണ്. ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് പാഷൻ എന്നുള്ളത്. കാര്യം നിങ്ങൾ എല്ലാവരും തന്നെ എസ്പെഷ്യലി ഇത്രയും സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ടൈമിൽ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും ചിന്തിച്ചുള്ള ഒരു കാര്യമായിരിക്കും എന്താണ് നമ്മുടെ പാഷൻ എന്നുള്ളത്. കാര്യം നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, പാഷനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കൂല എന്നുള്ളത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും, നിർത്തി പോകാൻ തോന്നൂല എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഒരു കാര്യത്തിലും സ്റ്റിക്ക് ചെയ്യാത്തതിൻ്റെ റീസണും, എന്തെങ്കിലും ജീവിതത്തിൽ ട്രൈ ചെയ്തവരാണെങ്കിൽ കുറച്ച് ട്രൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ
ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സാധനം ബോറടി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഉള്ളിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് വരാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും ഇത് നമ്മുടെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് അല്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്യും, ബ്രേക്ക് എടുക്കും, അടുത്തൊരു മേഖല നമ്മൾ കണ്ടെത്തായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് തോന്നും, നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒരിക്കലും പാഷൻ കണ്ടെത്താൻ പറ്റാണ്ട് നിങ്ങളുടെ ജീവിതം തീർന്നിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാഷൻ നമ്മൾ എവിടെയെങ്കിലും, പാഷൻ എന്ന് പറഞ്ഞ സാധനം എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്ന ഒരു സാധനമല്ല നമ്മൾ പോയിട്ട് കണ്ടുപിടിക്കാനായിട്ട്. പാഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ഒക്കെ കേട്ടല്ലോ. നമ്മുടെ 4 days വർക്ക്ഷോപ്പിൻ്റെ ഫൈനൽ ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇതുകൊണ്ടും തീരുന്നില്ല, നമുക്ക് ഇനിയും കുറേ ഇവന്റ്സ് കൂടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഇവന്റിൽ ഇപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഒരു +2 കാരൻ സ്റ്റാർട്ടപ്പ് ബിൽഡ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ IT ടീച്ചേഴ്സൊക്കെ തിരിച്ച് കോഡിങ് ഒന്നുകൂടി പ്രഷപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ബേസിക്സ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. ലോങ് കരിയർ ഗ്യാപ്സ് ഒക്കെ എടുത്തിട്ട് അവർ വേറെ കരിയറിലൊക്കെ പോയിട്ട് തിരിച്ച് അവർക്ക് ഇനി കോഡിങ്ങിലേക്ക് വരാനും അല്ലെങ്കിൽ കോഡിങ്ങിൽ ഇനിയൊരു കരിയർ ഉണ്ടെന്ന് ഒരു 30+ ഏജ് ആയിട്ട് മനസ്സിലാക്കിയവരും കുറേ പേര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ഈ 4 days വർക്ക്ഷോപ്പ് ഉണ്ട്. അവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയെന്നാണ് നമ്മുടെ സന്തോഷം. ഇതേപോലെ ഇനി നിങ്ങൾക്ക് വരുന്നുണ്ടാവും, അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ ഇനി കുറേ ഇവന്റ്സ് നടത്തും. സോ ഒഫീഷ്യലി നമ്മുടെ 300 people വർക്ക്ഷോപ്പ് നമ്മളിവിടെ പാക്കപ്പ് ചെയ്യാണ്. ഇതേപോലെ കൂടുതൽ ഇവന്റ്സ് ആയിട്ട് നമ്മൾ ഇനിയും കാണും. നമ്മുടെ 300 പേരെ കോഡിംഗ് പഠിപ്പിക്കുന്ന പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ഫീൽഡിൽ പല കാറ്റഗറിയിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. കൂടുതലായിട്ട് പൈസൽ പറഞ്ഞുതരും. പരിപാടി ഉഷാറായിരുന്നു. ഒരു 300 പേർക്കുള്ളതായിരുന്നു. പക്ഷെ എന്നാലും കുറേ ആൾക്കാർ ലാസ്റ്റ് മിനിറ്റിൽ വേണമെന്ന് പറഞ്ഞ് ഒരു കപ്പാസിറ്റി ഒരു 20 കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 320 ആൾക്കാർ വന്ന്. ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡിലേക്ക് പുതുതാണ്. അപ്പോൾ അവർ ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിക്കാണ് വന്നത്. കുറേ ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളായി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട് ബ്രേക്കുകളൊക്കെ നമ്മളോട് പേഴ്സണലി വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വന്നവരൊക്കെ തന്നെ ഒരു ഫീൽഡിലേക്ക് ഒരു എൻട്രി കിട്ടട്ടെ എന്ന് എല്ലാവരും ആശംസിക്കുന്നു.